ഈ ചിത്രം അതിൽ വസ്തുതാപരമായ പിശകുണ്ട്, തെറ്റുകളുണ്ട്, ഒരു വിഭാഗത്തെ വേദനിപ്പിച്ചു, ചിത്രം എഡിറ്റ് ചെയ്യും, അതൊക്കെ സമ്മതിച്ചു ഇതിന്റെ സംവിധായകനും അതുപോലെ തന്നെ മോഹൻലാലും ഉൾപ്പെടെയുള്ളവര്. ഇത്തരത്തിലുള്ള ഒരു ചിത്രം അതെ. തെറ്റുണ്ട് എന്ന് സമ്മതിച്ചിട്ടും അടുത്ത വ്യാഴാഴ്ച വരെ പ്രദർശനം തുടരുന്നത് ശരിയാണോ? തെറ്റായ ഒരു കാര്യം, തെറ്റായ ഒരു പ്രമേയം അവർ അംഗീകരിച്ചിട്ടും അത് തിരുത്തുക എന്ന് പറഞ്ഞതിന് ശേഷവും ഇത് പ്രദർശിപ്പിക്കുന്നതിൽ അസ്വാഭാവികത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു കാരണവശാലും പ്രദർശിപ്പിക്കാൻ പാടില്ലല്ലോ. ഇത് തെറ്റാണ്. മാത്രമല്ല ഇതിന്റെ സെൻസർ ബോർഡിലുള്ള ആളുകളെ അവർക്കും എതിരെ നടപടിയെടുക്കേണ്ട വിഷയമാണിത്. ഇത് വളരെ തെറ്റാണ്. ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കുകയല്ലേ ചെയ്തേക്കുന്നത്. എമ്പുരാൻ സിനിമയിൽ നയം വ്യക്തമാക്കി SNDP നേതാവും NDA നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി. എമ്പുരാൻ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചു. ഇതിന് അനുമതി കൊടുത്ത സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെയും കടുത്ത നടപടി വേണം. ഇത് ഉടൻ പ്രദർശനം നിർത്തണം. എഡിറ്റ് ചെയ്യും എന്ന് പറയുന്നത് കാപട്യമാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ കർമ്മ ന്യൂസുമായുള്ള ടെലി ഇന്റർവ്യൂ. അത് ജാതിസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മൂവി എടുത്ത് വിട്ടത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല ഈ കഴിഞ്ഞ അതും ചരിത്രം വളച്ചൊടിച്ചാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് മുഴുവനും. അതുപോലെ ഈ സിനിമ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഇത്രയും വർഷങ്ങളായിട്ട് ടെററിസ്റ്റ് ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ ഈ ജാതീയമായിട്ടുള്ള യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാകാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രത്യേകിച്ച് അതിന് മുമ്പ് എല്ലാ മാസവും ഈ പറയുന്ന കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കൺട്രിയും കൂടെ ആയിരുന്നല്ലോ ഇന്ത്യ. ആ അവസ്ഥയെ മാറി ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ റൈറ്റ്സ് ഇന്ത്യ ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഉണ്ടായിട്ടില്ല. അത്ര എല്ലാ സമുദായക്കാരും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കി വിട്ട് സ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ഇത് നോമ്പ് കാലമാണ്, അതുപോലെ ഈസ്റ്റർ വരുന്നു, വിഷു വരുന്നു. എല്ലാ മതക്കാരുടെയും വളരെ പുണ്യമായിട്ടുള്ള, എല്ലാവരും ചേർന്ന് സൗഹാർദ്ദപരമായിട്ട്, പ്രത്യേകിച്ച് കേരളത്തില് അവരുടെ ആഘോഷങ്ങൾ എല്ലാവരും സഹകരിച്ച് ആഘോഷം നടത്തുന്ന ഒരു സമയത്ത് ഉത്സവ ചിത്രത്തിൽ ഇത്തരത്തിലൊരു പ്രമേയം വരുന്നു. അതിനെ എങ്ങനെ കാണുന്നു? അതൊരു വലിയ കറയായി തന്നെ ഇത്രയും ജനത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമില്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ചിത്രം അതിൽ വസ്തുതാപരമായ പിശകുണ്ട്, തെറ്റുകളുണ്ട്, ഒരു വിഭാഗത്തെ വേദനിപ്പിച്ചു, ചിത്രം എഡിറ്റ് ചെയ്യും, അതൊക്കെ സമ്മതിച്ചു ഇതിന്റെ സംവിധായകനും അതുപോലെ തന്നെ മോഹൻലാലും ഉൾപ്പെടെയുള്ളവര്. ഇത്തരത്തിലുള്ള ഒരു ചിത്രം തെറ്റുണ്ട് എന്ന് സമ്മതിച്ചിട്ടും അടുത്ത വ്യാഴാഴ്ച വരെ പ്രദർശനം തുടരുന്നത് ശരിയാണോ? തെറ്റായ ഒരു കാര്യം, തെറ്റായ ഒരു പ്രമേയം അവർ അംഗീകരിച്ചിട്ടും അത് തിരുത്തുക എന്ന് പറഞ്ഞതിന് ശേഷവും ഇത് പ്രദർശിപ്പിക്കുന്നതിൽ അസ്വാഭാവികത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു കാരണവശാലും പ്രദർശിപ്പിക്കാൻ പാടില്ലല്ലോ. ഇത് തെറ്റാണ്. മാത്രമല്ല ഇതിന്റെ സെൻസർ ബോർഡിലുള്ള ആളുകളെ അവർക്കും എതിരെ നടപടിയെടുക്കേണ്ട വിഷയമാണിത്. ഇത് വളരെ തെറ്റാണ്. ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കുകയല്ലേ ചെയ്തേക്കുന്നത്. ഒരു ഭാഗം മാത്രം കാണിച്ച് ഒരു സമുദായത്തെ അവർക്ക് വളരെ മോശമായി ചിത്രീകരിക്കുക, മറ്റുള്ളവരെ മുഴുവൻ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ചിത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയും ദിവസം പ്രചരിപ്പിക്കുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് തീർച്ചയായും ഇന്ന് തന്നെ നിർത്തി അങ്ങനെ തോന്നിയെങ്കിൽ അപ്പുറം നിർത്തേണ്ടവരല്ലേ. എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല അവർ വെക്കാൻ വേണ്ടി പാടുള്ളൂ. അതൊക്കെ കാപട്യം എന്നുള്ളതുള്ളൂ, അല്ലാതെ അതിനകത്ത് ഒരു കാര്യമൊന്നുമില്ല. അതുപോലെ ഈ ചിത്രത്തെ താങ്കൾ എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നു? BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇത് അംഗീകരിക്കുന്നില്ല, ശരിയല്ല എന്നാണ്. താങ്കൾ എങ്ങനെയാണ് പൊതുജനങ്ങളോട് ഈ ചിത്രത്തെ റെക്കമെൻഡ് ചെയ്യുന്നത്? രാജീവേട്ടൻ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്ന ആളാണ്. ഞാനെന്നുള്ളതല്ല, ഈ സിനിമ കണ്ട ഒരുപാട് ആളുകൾ എന്നെ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു. ഇത് വളരെ മോശം ഒരു പ്രമേയമാണെന്നും അനാവശ്യമായി രാജ്യത്ത് ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണെന്നുള്ള തരത്തിലാണ് കണ്ടവർ ഒരുപാട് പേര് ടെലിഫോണിൽ വിളിച്ചെന്നോട് പറഞ്ഞത്.